കൃപയാൽ അനുദിനവും കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും. എൻ്റെ മക്കളെ, നമ്മൾക്ക് സ്വയമായിട്ട് രക്ഷപ്പെടാൻ പറ്റാത്ത ഒരു ഗ്രൗണ്ടിലേക്ക് വരുമ്പോൾ നിങ്ങൾ പിക്കപ്പ് ചെയ്യാനുള്ള സാധ്യതയുണ്ടെന്നാണ് എൻ്റെ അർത്ഥം. പറഞ്ഞ് മനസ്സിലായില്ലേ? നിങ്ങൾക്ക് നിസ്സഹായനായി പോകുന്ന ഒരു സിറ്റുവേഷനിലേക്ക് നിങ്ങൾ ആയിപ്പോയാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഒടുവിലാണ് ഞാൻ ഉണർന്നത്, കാലാപെറുക്കുന്നവരെ മുന്തിരിപ്പഴം ശേഖരിക്കുന്ന കൂട്ടത്തിൽ ഞാൻ പിന്നിലായിപ്പോയി. അവരുടെ കൂട്ടത്തിൽ പോലും, കാലാപെറുക്കുന്നവരുടെ കൂട്ടത്തിൽ പോലും ഞാൻ പിന്നിലാണ്. പിന്നെ എന്താ സംഭവിക്കുക? പിന്നെയുള്ള ഓപ്ഷൻ എന്താണ്? ഇനി എനിക്ക് സ്വന്തമായിട്ട് ഇതിനെ കവർ ചെയ്ത് മുന്നിലെത്താൻ പറ്റത്തില്ല. അപ്പോഴാണ് കർത്താവിൻ്റെ കൈകൾ വരണത്. കർത്താവ് എന്നെ പിക്കപ്പ് ചെയ്തെന്ന് കൈയടിച്ച് കർത്താവ് ഹല്ലേലൂയ. ഇത്ര നല്ല ദൈവത്തോട് എന്തു ചെയ്തു നന്ദി ചൊല്ലിടും. എന്റെ കൊച്ചു ജീവിതത്തെ നിന്റെ മുൻപിൽ കാഴ്ചയിടാം. ഇത്ര നല്ല ദൈവത്തോട് എന്തു ചെയ്തു നന്ദി ചൊല്ലിടും. എന്റെ കൊച്ചു ജീവിതത്തെ നിന്റെ മുൻപിൽ കാഴ്ചയിടാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എല്ലാ അവലംബങ്ങളും സ്വന്തം കഴിവും എല്ലാം 0 പോയിന്റിലേക്ക് വരുമ്പോൾ എൻ്റെ വിശ്വാസി, നിനക്കുള്ള വചനം എന്താ? കർത്താവ് നിന്നെ പിക്കപ്പ് ചെയ്യാനുള്ള സാഹചര്യത്തിലേക്ക് നീ വന്നു. അപ്പോൾ പിന്നെ നീ എന്താ ചെയ്യേണ്ടത്? പിന്നെ നീ അവിടെ പോഴന്ന് മത്സരം പിടിക്കുന്നതിനേക്കാൾ ഉപരി ഒരു സെർവൻ മോഡിലേക്ക് വരണം. പിടികിട്ടിയ സെർവൻ മോഡെന്ന് പറഞ്ഞാൽ എന്താ? ബിഹോൾഡ് ദ ഹാൻഡ് മെയ്ഡ് ഓഫ് ദ ലോർഡ് എന്ന് പറഞ്ഞില്ലേ? ടേക്കണപ്പിന് മുമ്പ് ഇവരെ യഹൂദ ബാലികയായിരുന്ന മറിയത്തെ പെട്ടെന്ന് ഭൂസ്വലോക രാജ്ഞിയായി മുടിതിരിപ്പിക്കപ്പെടുന്ന പ്രോജക്റ്റിൻ്റെക്ക് ഇവരെ കോൾ ഫോർ ചെയ്തതിന് ശേഷം വല്ലാത്തൊരു ടേക്കണപ്പാണ് ചെയ്യണത്. അതിന് അമ്മയുടെ ബോധജ്ഞാന സിംഹാസനത്തിൽ പരിശുദ്ധാത്മാവ് കൊടുത്ത ആന്തരികമായ ജ്ഞാനമാണ്. മേരി പ്രൊക്ലെയിം ദ സെർവൻഷിപ്പ്. എന്താണ്? നിൻ്റെ ദാസ്യത നീ ഉദ്ഘോഷിക്കണം. അമ്മ പറഞ്ഞു, ബിഹോൾഡ് ദ ഹാൻഡ് മെയ്ഡ് ഓഫ് ദ ലോർഡ്. നമ്മൾ എന്തുകൊണ്ടാണ് പത്രമൊക്കെ ചുറ്റി കടന്ന് കൊടുക്കുന്നത്? ബിഹോൾഡ് ദ ഹാൻഡ് മെയ്ഡ് ഓഫ് ദ ലോർഡ്. നമ്മുടെ വിലയും നിലയൊക്കെ നോക്കുമ്പോൾ നാട്ടുകാർ, ഞാൻ ടീച്ചറാണ്, നിങ്ങളെ പ്രിൻസിപ്പളാണ്, ഡോക്ടറാണെന്നൊക്കെ പറഞ്ഞെങ്കിലും ഇവിടുന്ന് പത്രം കൊടുക്കാതെ ഉടമ്പടി പുതുക്കത്തില്ല. കൃത്യമല്ലേ? കാരണം നിങ്ങളുടെ സ്റ്റാറ്റസ് എപ്പോൾ ചേഞ്ച് ചെയ്യുന്നു അപ്പോൾ മാത്രമേ ഉടമ്പടി കത്തത്തുള്ളൂ. ഉടമ്പടി കത്തണം എന്നുണ്ടെങ്കിൽ സ്റ്റാറ്റസ് ചേഞ്ച് ചെയ്യണം. നിങ്ങളുടെ മസിലും പിടിച്ച് ഞാൻ ആനയാണ് കൂനയാണ് എൻ്റെ പപ്പ ആന ഉണ്ടായതൊക്കെ പറഞ്ഞിരുന്നാൽ ഇരിക്കാവുന്നതല്ലാതെ ഉടമ്പടി വർക്ക് ചെയ്യത്തില്ല. ഉടമ്പടി വർക്ക് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? അവിടെ തന്നെ ദാസിയുടെ വിനീതാവസ്ഥ തർക്കം പാർക്കണം. ലൂക്ക 1:48 വർക്ക് ചെയ്യണം. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തു. 1:49 ലൂക്ക 1:49. അവൻ ശക്തനാണ്, വലിയ കാര്യങ്ങൾ ചെയ്യുന്ന ആളാണ്. നിനക്ക് വലിയ കാര്യം ചെയ്യണ്ടേ? ദൈവം ശക്തനാണ്, വലിയ കാര്യം ചെയ്യുന്ന ആളാണ്. പക്ഷേ എന്താ സംഭവം? നിനക്ക് പേഴ്സണലാകണ്ടേ? അത് നിൻ്റെ ജപ്തി നടപടി മാറണ്ടേ? നിനക്ക് വീട് വെക്കണ്ടേ? നിനക്ക് 200 മീറ്റർ വഴി കിട്ടണ്ടേ? വലിയ കാര്യമല്ലേ? ശക്തനായവൻ എനിക്ക്, ദൈവം വലിയ കാര്യങ്ങൾ ചെയ്യുന്നവനാണ്. പക്ഷെ നിനക്ക് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? നീ എന്ത് ചെയ്യണം? അവിടെ അതിൻ്റെ ദാസിയുടെ വിനീതാവസ്ഥ തെക്കൻ പാർത്തു പ്രാർത്ഥിക്കുക. കർത്താവ് ദൈവമേ, എൻ്റെ ജീവിതത്തിലെ ഉടമ്പടി പ്രകാരം വലിയ കാര്യങ്ങൾ ചെയ്യാൻ അമ്മയെപ്പോലെ എന്നെ വിനീതമാക്കണമേ. കർത്താവിന്റെ ദാസനാക്കണമേ, കർത്താവിന്റെ ദാസിയാക്കണമേ. നിബന്ധനകളെ പാലിക്കുന്നതിലൂടെ ഞങ്ങളെ തന്നെ എളിമപ്പെടുത്തുവാൻ ശക്തി ഞങ്ങളെ നിറയുവാൻ ഞങ്ങളെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദാസിയുടെ താഴ്മ തൃക്കൺ പാർത്ത ഉന്നതൻ ദാസരെ ഉയർത്താൻ വീഴും നൽകയാ. ദാസിയുടെ താഴ്മ തൃക്കൺ പാർത്ത ഉന്നതൻ ദാസരെ ഉയർത്താൻ വീഴും നൽകയാ. എന്തൊരാനന്ദം, എന്തൊരാനന്ദം അമ്മ മേരിയൊപ്പം ആരാധിക്കുമ്പോൾ. എന്തൊരാനന്ദം,
ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ ഡീപ്രമോഷൻ ഒരു വിഷയം, സ്റ്റാറ്റസ് ചേഞ്ചിങ് ഇതിൻ്റെ ഒരു മെക്കാനിസത്തിൻ്റെ ഭാഗമാണ്. ഉടമ്പടി വർക്ക് ചെയ്യുന്നതിൻ്റെ ഒരു ഭാഗമാണ്. മനസ്സിലായില്ലേ? അത് ശ്രദ്ധിക്കണം. വളരെ തന്ത്രപരമായിട്ടാണ് ഉടമ്പടിയെ നിങ്ങൾ നേരിടേണ്ടത്. ഇവിടുന്ന് എന്തെങ്കിലും നിങ്ങൾക്കറിയാം, ഞാൻ ഈശോ എൻ്റെ മുമ്പിലുണ്ട്, അമ്മ എൻ്റെ പുറകിലുണ്ട്, ഞാൻ അങ്ങ് നടക്ക് നിന്ന് ജനങ്ങളോട് സംസാരിക്കുകയാണ്. ഞാൻ സംസാരിക്കുന്ന ഒരു കാര്യം പോലും പൊട്ടക്കാര്യം ആയിരിക്കത്തില്ല. ഏതെങ്കിലും ഒരു കാലത്ത് കർത്താവ് എനിക്ക് തന്ന ബോധ്യമോ ഇപ്പോൾ കർത്താവ് തരാൻ പോകുന്ന വെളിപാടോ എന്തെങ്കിലും ആയിരിക്കും. എൻ്റെ മക്കൾ മനസ്സിലാക്കേണ്ട ഇതാണ്, നമുക്കെപ്പോഴും ഈ കൃപ വർക്കൗട്ട് ചെയ്യണത് സ്റ്റാറ്റസ് ചേഞ്ചിങ്ങിലൂടെയാണ്. സ്റ്റാറ്റസ് ചേഞ്ചിങ് എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഇതിൻ്റെ അകത്ത് എന്താണ് പറയണത്, ഒരു ഓപ്പറേഷനാണ്, ഒരു പ്രക്രിയ, ഒരു പ്രോസസ്സാണ്. സ്റ്റാറ്റസ് ചേഞ്ച് ചെയ്യുമ്പോൾ നിൻ്റെ മുഖം നല്ല പ്രസന്നമായിരിക്കണം. അല്ല അളിഞ്ഞ മോന്ത്യമായിട്ട് സ്റ്റാറ്റസ് ചേഞ്ച് ചെയ്യരുത്. ദാറ്റ് മീൻസ് യു ആർ നോട്ട് അക്സെപ്റ്റിംഗ് ദാറ്റ് എന്നതിൻ്റെ അർത്ഥം. ദൈവം അതങ്ങനെ തന്നെ റീഡ് ചെയ്യും. പത്രം എണ്ണി നോക്കുകയോ ചിലല്ലേ, ഇനി 10 എണ്ണം ഉണ്ടായിരുന്നു, 5 എണ്ണം ഇനി എവിടെ കൊടുക്കാനാണ്? ആൾക്കാർക്ക് മാറിയിട്ട് വല്ല പള്ളിയിൽ കൊണ്ടുപോയി വല്ല വെച്ചു ഓടിക്കളയാമായിരിക്കും. മനസ്സിലായില്ലേ? അതായത് ഇവരെ എളിമപ്പെടുത്താതെ ഉടമ്പടിയുടെ ഒരു സംഭവം വർക്കൗട്ട് ചെയ്യത്തില്ല. കാര്യം എന്താണ്? അത് മേജർ പ്രോജക്റ്റ് അല്ലേ. ശക്തനായൻ എനിക്ക് വലിയ കാര്യങ്ങളാണ് ചെയ്യണത്, ചെറിയ കാര്യങ്ങളല്ലല്ലോ. ഇപ്പോൾ റോഷ്യാൻ്റെ സാക്ഷ്യം എന്താ? റോഷ്യാനെ സംബന്ധിച്ചിടത്തോളം അവർ ഗേറ്റിന് നെറ്റ് എഴുതിയിട്ട് ഒക്കണില്ല. കാര്യം അവർക്ക് വലിയ സ്കോളറാണ്, അവർക്ക് നല്ല അമ്പിയറുള്ള ആളാണ്, നല്ല കോൺഫിഡൻസ് ഉള്ള ആളാണ്, മെറിറ്റിൽ വന്ന ആളാണ്. പക്ഷേ ഇവിടെ വന്നപ്പോൾ ഉതച്ചിരിക്കുക. അവർ പറഞ്ഞു എനിക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടതിനൊന്നും മനസ്സിലാണില്ല. ഞാൻ അതിനൊക്കെ കാട്ടിക്കൂട്ടി പുറത്തിറങ്ങി. അവരുടെ കലിബറെല്ലാം കപ്പാസിറ്റി എല്ലാം ഇങ്ങനെ ഡാമേജായി പോവുകയാണ്. എൻ്റെ മക്കളെ, നമ്മുടെ കപ്പാസിറ്റി കലിബർ ഡാമേജ് ആകുമ്പോഴേ നിങ്ങളൊരു കാര്യം ചിന്തിക്കണം. എന്താണ്? ദൈവം എപ്പോഴും ചെയ്യണം, ഒരാളുടെ ഗ്രേസ് കൊടുക്കണമെന്ന് ദൈവം ചെയ്യണം, കൃപ കൊടുക്കണമെന്ന് ദൈവം ചെയ്യണത് അവരുടെ മസിലിനിടെ കൊട്ടും. മനസ്സിലായില്ലേ? മസിലിട്ട് കൊട്ടി. ഇപ്പം നമ്മൾ ആർമിയിലൊക്കെ പോയി ആൾക്കാർ പഴവും അതൊക്കെ ഉണ്ടൊക്കെ തിന്നിട്ട് പോയി ശ്വാസമൊക്കെ പിടിച്ചിട്ട് നെഞ്ചളവ് കൊടുക്കത്തില്ലേ? നെഞ്ചളവ് കൊടുക്കുമ്പോൾ അയാൾ അളക്കാൻ നേരത്ത് ശ്വാസം പിടിച്ചിരിക്കത്തില്ലേ? അപ്പോൾ അവരെന്നാ ചെയ്യും? അളക്കാൻ തന്നെ അയാൾ പളക്കെട്ട് കുത്തും. അപ്പോൾ തന്നെ ഇവ ശ്വാസം പിടിച്ചിരിക്കണമെങ്കിൽ എല്ലാം പോകും. എന്നിട്ടാണ് അളക്കണത്. മനസ്സിലായി? അളവിന് മുമ്പ് പളക്കെട്ട് കുത്തു വരും. എന്തിനാണ്? നീ ശ്വാസം പിടിക്കേണ്ട, ഇല്ലാത്ത ഉണ്ടെന്ന് പറഞ്ഞ് ആക്കി തീർക്കരുത്. ആൾക്കാരുടെ എല്ലാത്തിൻ്റെയും സ്വാഭാവിക പ്രവണത അതാണ്. എന്താണ്? ഇല്ലാത്തത് ഞാൻ അത്ര കുറഞ്ഞ പുള്ളിയല്ല എന്നിക്കുവഴി നമ്മൾ ശ്വാസം പിടിച്ച് നിൽക്കും. കൃപ ഇത് വർക്കൗട്ട് ചെയ്യത്തില്ല. ഞാൻ കുറഞ്ഞ പുള്ളിയാണെന്ന് ഉള്ള കാര്യം അങ്ങോട്ട് തുറന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കൃപ വർക്ക് ചെയ്യും. അവിടെ തന്നെ ദാസിയുടെ വിനീതാവസ്ഥ തെക്കൻ പാർത്ത് പ്രാർത്ഥിക്കുക. കർത്താവ് ദൈവമേ, അങ്ങയുടെ കൃപ ആർജിക്കുവാൻ എന്നെ എളിമപ്പെടുത്തണമേ. വിനയപ്പെടുന്ന സാഹചര്യത്തെ അംഗീകരിക്കാനുള്ള അതിൽ അഭിമാനിക്കാനുള്ള അഭിഷേകം തരണമേ. അംഗീകരിക്കേണ്ടി വരുമ്പോൾ ഞങ്ങളെ തന്നെ എളിമപ്പെടുത്തുവാനുള്ള വലിയ കൃപയ്ക്ക് വേണ്ടി കൃപ
യേശുവേ നന്ദി. ഹല്ലേലൂയ 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 യേശുവേ ആരാധന 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 ഹല്ലേലൂയ 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 യേശുവേ സ്തുതി ഹല്ലേലൂയ കൃപമതിയേ കൃപമതിയേ അളവില്ലാത്ത കൃപമതിയേ 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 അളവില്ലാത്ത കൃപമതിയേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇപ്പോൾ ഉടമ്പടിയുടെ ഒരു മെക്കാനിസം മനസ്സിലായില്ലേ മക്കൾക്ക്? അതായത് എപ്പോഴെങ്കിലും സ്റ്റാറ്റസ് ചേഞ്ച് ചെയ്യുന്ന രീതിയിൽ വന്നാൽ നമ്മൾ സ്റ്റാറ്റസ് ചേഞ്ച് ചെയ്യുന്നു. എപ്പോഴും അപ്ഗ്രേഡ് ചെയ്യത്തില്ല സ്റ്റാറ്റസ്. കൃപയാണ് വരാൻ പോകണമെങ്കിൽ സ്റ്റാറ്റസ് അപ്ഗ്രേഡ് ചെയ്യത്തില്ല, ഡീപ്രമോട്ട് ചെയ്യുള്ളൂ. ഇറ്റ്സ് വെരി ക്ലിയർ, വെരി ക്ലിയർ. ഇതിൻ്റെ വിഷയം അക്സെപ്റ്റ് ചെയ്യുന്ന പ്രശ്നം മാത്രമേ ഉള്ളൂ. നമുക്ക് അക്കൗണ്ടിലേക്ക്, നമ്മുടെ അക്കൗണ്ടിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ അക്സെപ്റ്റൻസിൻ്റെ പ്രോബ്ലം ഉണ്ടാകും. അത് അമ്മയ്ക്ക് നല്ല ശരിക്കറിയാം. അതുകൊണ്ട് അവർ അക്സെപ്റ്റ് ചെയ്തു. അവരെന്താ പറഞ്ഞത്? ബിഹോൾഡ് ദ ഹാൻഡ് മെയ്ഡ് ഓഫ് ദ ലോർഡ്. അവർക്ക് 16 വയസ്സേ ഉള്ളൂ. അവർ വലിയ യൂണിവേഴ്സിറ്റിയിലും തിയോളജിയും പഠിച്ച ആളല്ല, പക്ഷേ പരിശുദ്ധാത്മാവിൻ്റെ യൂണിവേഴ്സിറ്റി പഠിച്ച ആളാണ്. അതുകൊണ്ട് ആത്മാവ് ഈ പറഞ്ഞ പോലെ 4:16 ഹെബ്രായ ലേഖനം എന്താ പറയണത്? വേണ്ട സമയത്ത് കൃപാവരവും കരുണയും നമ്മളിലേക്ക് ചൊരിയാൻ കൃപയുടെ സിംഹാസനത്തെയാണ് അവർ സമീപിക്കണം എന്ന് അവർക്ക് നല്ല ബോധ്യമുണ്ട്. പ്രാർത്ഥിക്കുക. കർത്താവ് ദൈവമേ, പരിശുദ്ധ അമ്മയ്ക്കുണ്ടായ ബോധ്യങ്ങളാൽ ഞങ്ങളെ പുനരഭിഷേകം ചെയ്യണമേ. എൻ്റെ മക്കൾ, ഇതൊരു വാല്യൂ ആയിട്ട് നമ്മൾ ക്രിസ്ത്യാനിറ്റിയിലെ ഏറ്റവും വലിയ വാല്യൂ ആണത്. പക്ഷേ മൂല്യം, ഈ മൂല്യം ലോകത്തിനെ സംബന്ധിച്ചിടത്തോളം നെഗറ്റീവ് വാല്യൂ ആണിത്. വിനയപ്പെടുക എന്ന് പറഞ്ഞാൽ ആൾക്കാർ ഇപ്പോൾ ഈശോ തന്നെ പറഞ്ഞില്ലേ, നിന്നെ കല്യാണ വിരുന്നിനെ വിളിച്ചാൽ തടിക്കര മുമ്പിൽ ഇരിക്കരുത്. എന്താണ്? മുമ്പിൽ ഇരിക്കുന്നതാണ് വാല്യൂ എന്നുള്ളതാണ് ലോകത്തിൻ്റെ ഒരു സെറ്റപ്പ്. അതാണ്. നീ പോയി പുറകെ ഇരിക്കണം. ദൈവരാജ്യത്തിൻ്റെ വാല്യൂ അതാണ്. ദൈവരാജ്യത്തിൻ്റെ വാല്യൂ അതാണ്. ഞാൻ പറയണത് പുറകിൽ തന്നെ ഇരിക്കണമെന്ന് ഞാൻ പറയത്തുള്ളൂ. അവിടെ മുമ്പിൽ വന്നിരിക്കാൻ ആരെങ്കിലും പറഞ്ഞില്ലെങ്കിൽ ശരി, നമ്മൾ പുറകെ ഇരിക്കുന്നതിൽ നീ ദൈവ പെയ്തലാണെങ്കിൽ പുറകെ ഇരിക്കുന്നതിൽ നിനക്ക് ആത്മാവിൻ്റെ അഭിഷേക സന്തോഷമുണ്ടാകും. അതാണ് ദൈവത്തിൻ്റെ സാന്നിധ്യം എന്ന് പറയുന്നത്. ആരും ഞാൻ പുറകെ ഇങ്ങനെ എളിമെന്നടിച്ച് പുറകെ ഇരിക്കുമ്പോൾ ആരെങ്കിലും വന്ന് എന്നെ മുമ്പിൽ ഇരിക്കാൻ പറയുമ്പോൾ എനിക്ക് ഗമയുണ്ടാകുമെന്നൊന്നുമില്ല. ടെസ്റ്റ് അങ്ങനെയുള്ള ഗമസ്വപ്നങ്ങളൊന്നും വേണ്ട. ഞാൻ പുറകിൽ തന്നെ ഇരിക്കാം. കാര്യം എന്താ? എൻ്റെ കണ്ണ് കൃപയുടെ സിംഹാസനമാണ്. മനസ്സിലായില്ല? നാട്ടുകാരുടെ മടുത്തിട്ടൊന്നുമല്ല. അതൊക്കെ ചീഞ്ഞു പോകും. എത്ര വലിയ മനുഷ്യരായാലും. പിണറായി വിജയൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രസംഗിച്ച് കേട്ടില്ലേ? എന്താണ്? ചില കാര്യങ്ങളിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റണില്ല. അത് ഒരു മുഖ്യമന്ത്രി നിസ്സഹായമായിട്ട് കൊടിയേരിയുടെ ശവദാഹ സമയത്ത് ഹൃദയം നിറഞ്ഞ് പറഞ്ഞൊരു വാക്കാണ്, ചില കാര്യങ്ങളിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റണില്ല. കമ്മ്യൂണിസ്റ്റുകാരൻ ഇത്രയും ആകുമ്പോൾ കമ്മ്യൂണിസം തീരുക അവിടെ ചെയ്യാം. പക്ഷെ വിശ്വാസി കുറച്ചുകൂടി മുമ്പോട്ട് പോകും. എല്ലാ കാര്യങ്ങളിലും എല്ലാം ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. എന്താ കാര്യം? നമുക്ക് മനുഷ്യന്മാർക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഈ ഒന്നും ചെയ്യാൻ പറ്റാത്ത മനുഷ്യന്മാരുടെ അവസ്ഥ ഏറ്റവും കൂടുതൽ കൈകാര്യം ചെയ്ത ഈശോയാണ്. അതുകൊണ്ട് ഈശോ കൈകാര്യം ചെയ്ത എല്ലാ വിഷയങ്ങളും എന്താണ്? പിതാക്കന്മാർ മരുഭൂമിച്ച് മന്ന ഭക്ഷിച്ചു, അതുപോലെ അല്ല ഈ അപ്പം ഭക്ഷിക്കുന്ന നിത്യം ജീവിക്കാൻ ലോകത്തിൻ്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എൻ്റെ ശരീരം തന്നെയാണ്. എൻ്റെ ശരീരം ഭക്ഷിക്കുന്ന എന്നിലും ഞാൻ എല്ലാവരും വസിക്കുന്നത് സജീവനായ പിതാവാണ് അയച്ചത്. പിതാവ് മൂലം ഞാൻ ജീവിക്കുന്നു. അതുപോലെ എന്നെ ഭക്ഷിക്കുന്നവൻ ഞാൻ മൂലം ജീവിക്കാൻ കൈ ഇടിച്ച് കർത്താൻ എല്ലാ സാഹചര്യങ്ങളിലും പ്രഗത്ഭന്മാരായ മനുഷ്യരുടെ എരിഞ്ഞടങ്ങിയ ചിതയിൽ ചവിട്ടിക്കൊണ്ട് വീണ്ടും വിശ്വാസം മുന്നോട്ട് പോവുകയാണ്. എവിടെയാണ് പോണത്? നിത്യത വരെ അവൻ സഞ്ചരിക്കും. ഇവിടെ നമുക്കെല്ലാം ചെയ്യാൻ പറ്റുമെന്നും പറഞ്ഞുകൊണ്ട് അവൻ മുന്നോട്ട് പോകും. കാര്യം മനുഷ്യരാശിക്ക് ഈശോയുടെ ഏറ്റവും വലിയ സംഭാവന എന്താ? നിത്യതയാണ്.
നിങ്ങൾ നിത്യതയാണ് സ്നേഹിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം ഇപ്പം നിങ്ങൾക്ക് പല വിഷയങ്ങളില്ലേ നമുക്ക് ജീവിതത്തിൽ പല വിഷയങ്ങളാണ് നമുക്ക്. കല്യാണത്തിൻ്റെ വിഷയം, വിവാഹം സമയത്ത് നടക്കാത്ത വിഷയം, ജോലി കിട്ടാത്ത വിഷയം, നമുക്ക് ജപ്തി നടപടി, വഴി കിട്ടാത്ത വിഷയം, വെള്ളം കിട്ടാത്ത വിഷയം, ഒത്തിരി എന്തെല്ലാം വിഷയങ്ങളാണ് ഉള്ളത്. എന്നിട്ട് ഈശോ എന്നാ പറഞ്ഞിരിക്കണത്? എന്നെ നിങ്ങൾ ഇതിലൊന്ന് കക്ഷിയാക്ക്. മനസ്സിലായില്ലേ? ഈശോ എന്താ പറയണത്? നിങ്ങളുടെ ഈ ഇല്ലായ്മ പ്രശ്നത്തിലേ എന്നെ ഒന്ന് കക്ഷിയാക്ക്. ഉടമ്പടി നമ്മളെന്താ പറയണത്? നിങ്ങളെ വിശുദ്ധീകരിക്കണമെന്ന് പറയും, ഇല്ലേ? വിശുദ്ധീകരിക്കണം. എന്തുകൊണ്ട് എന്താ പറയണത്? എന്തുകൊണ്ട് അങ്ങനെ പറയണം? ഉടമ്പടിയിൽ നിങ്ങളെ വിശുദ്ധീകരിക്കണം എന്ന് പറയാൻ കാര്യം എന്താണ്? ഉടമ്പടി രണ്ട് കക്ഷികൾ തമ്മിലുള്ള ബയലാട്രൽ എഗ്രിമെൻ്റാണ്. ഇതം പ്രഥമമായി നീ ദൈവത്തെ ഒരു കക്ഷിയായിട്ട്, മറുകക്ഷിയായിട്ട് ദൈവവും നീയും തമ്മിലൊരു എഗ്രിമെൻറ്റിൽ വരികയാണ്. എഗ്രിമെൻറ്റ് വരുമ്പോൾ എന്താ ചെയ്യേണ്ടത്? ഇതിൻ്റെയൊക്കെ ഈ ഉടമ്പടിയുടെയൊക്കെ സാക്ഷാത്കാരങ്ങളിലെ നമ്മുടെ IELTS പാസ്സാകണതും നമുക്ക് ജോലി കിട്ടണതും PR വെക്കണതും അല്ല, മാത്രമല്ല നിത്യത വരെയുള്ളതിൻ്റെ പാക്കേജാണ്. കുർബാന സ്ഥാപിച്ചിരിക്കുന്നതിൻ്റെ ഉദ്ദേശം അതാണ്, നിത്യതയാണ്. ഒരു വ്യക്തി ക്രിസ്തുവിനെ നേടാൻ വേണ്ടി ക്രിസ്തു ക്രൂശിക്കപ്പെട്ട സാഹചര്യത്തിൻ്റെ ആത്യന്തികമായ ദൈവിക ലക്ഷ്യത്തെ ബഹുമാനത്തോടെ വീക്ഷിക്കാൻ തുടങ്ങിക്കൊണ്ട് നിത്യജീവന് വേണ്ടി ജീവിച്ചാൽ ആ നിമിഷം മുതൽ നിന്റെ അനുദിന ജീവിതത്തിൽ ദൈവം തീരുമാനം ഉണ്ടാക്കും. കൈയിടിച്ച് കർത്താവിനെ സ്തുതിക്കുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട വിഷയം എന്ന് വെച്ചാൽ നമ്മൾ ഉടമ്പടിയിൽ പിക്കപ്പ് പുരോഗമിക്കുന്ന അനുസരിച്ച് കൊണ്ട് എൻ്റെ സഹോദരങ്ങളെ നിത്യതയെക്കുറിച്ചുള്ള ആശയങ്ങളെ കൂടുതൽ ഉൾക്കൊള്ളുകയും പുതിയ ബോധ്യങ്ങൾ രൂപപ്പെട്ടു വരികയും ചെയ്യണം. നിങ്ങൾ പറയുന്ന കാര്യങ്ങളൊക്കെ നിസ്സാരമായ കാര്യങ്ങളാണ്. സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ മനസ്സിലാകത്തില്ലേ? എല്ലാം എത്ര ഭയങ്കര ഗംഭീരമായ സങ്കടമായിട്ട് അവതരിപ്പിച്ചിട്ട് അവർ അവസാന സാക്ഷ്യം പറയുമ്പോൾ നമ്മൾ ഓർക്കും, അയ്യോ ഇത്രയും വലിയ കാര്യങ്ങളൊക്കെ ഉടമ്പടിയിൽ നടക്കും. എന്താ കാര്യം? ഉടമ്പടിയിൽ മറുകക്ഷി ആരാണ്? ദൈവമാണ്. നിങ്ങളെ ദൈവമായിട്ട് ഒരു കക്ഷി ചേർന്ന് ഒരു ഉടമ്പടി ഉണ്ടാക്കുന്നത് കൊണ്ടാണ് നമുക്ക് വിശുദ്ധീകരണം ആവശ്യമായി വരണത്. പിടിയോ? ചില ആൾക്കാർ കുമ്പസാരിക്കണം എന്തിനാണ്? കുർബാന സ്വീകരിക്കാനാണ്. അവരുടെ ഒരു അനുഷ്ഠാനത്തിൻ്റെ ഭാഗമായിട്ട് അങ്ങനെ വേറൊരു അനുഷ്ഠാനം ചെയ്തിട്ട് യാന്ത്രികമായിട്ട് പോകുന്ന ആൾക്കാരുകൊണ്ട് അതുകൊണ്ട് അവർക്ക് ഏണിംഗ് ഒന്നും ഉണ്ടാകണില്ല. എന്താ കാര്യം? അവർ ബോധ്യത്തോടു കൂടിയല്ല ജീവിക്കുന്നത്. അനുഷ്ഠാനത്തിൻ്റെ ആചാരത്തിൻ്റെ ഭാഗമായിട്ട് എന്തൊക്കെ അവർ ഒരു സിസ്റ്റം ഫോളോ ചെയ്ത് പോവുകയാണ്. സിസ്റ്റം ഫോളോ ചെയ്യണതല്ല ഉടമ്പടി. ഉടമ്പടി എന്ന് പറയുന്നത് കുർബാന പോലും കർത്താവ് ഉടമ്പടിയായിട്ടാണ് സ്ഥാപിച്ചിരിക്കുന്നത്. അല്ല ഒരു പ്രാർത്ഥനാ വിധിയായിട്ടല്ലല്ലോ, ഉടമ്പടിയല്ലേ. ഇത് പുതിയ ഉടമ്പടിയുടെ എൻ്റെ രക്തമാകുന്നു. അപ്പോൾ ക്ലിയർ അല്ലേ? ക്രിസ്തു വന്നാൽ ഉടമ്പടിയെ ചെയ്യത്തുള്ളൂ. അതായത് നിന്നെ കക്ഷിയാക്കണമെങ്കിൽ ദൈവത്തിന് ഉടമ്പടിയാണ്. നിന്നെ ഒരു ചുമ്മാ ഒരു വിശ്വാസിയാക്കണമെന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ സ്റ്റാൻഡേർഡിൽ റാങ്കിൽ നിലനിൽക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ വേറെ വിഷയമൊന്നുമില്ല. പക്ഷേ വിഷയമുള്ളത് എന്താണ്? അത് കിട്ടിയാൽ കിട്ടി, കിട്ടണമെന്ന് നിർബന്ധമില്ല. നീ ഒരു വിശ്വാസിയല്ലേ. ഇവിടെ എപ്പോഴും എൻ്റെ മക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമുണ്ട്. ഇത് റാൻസം, ഇത് ഈ ഫെയ്ത്ത് റാൻസമിൻ്റെ ഫെയ്ത്താണ്. റാൻസം എന്ന് പറഞ്ഞാൽ എന്താ? ഞങ്ങളൊക്കെ ഇംഗ്ലീഷിൽ പഠിച്ചു വെച്ചിരിക്കുന്ന കാരണമുള്ള കുഴപ്പമാണ്. ആരുടെ പേരല്ല, ഈ മോചന ദ്രവ്യത്തിനാണ് റാൻസം എന്ന് പറയണത്. മോചന ദ്രവ്യം. ഇപ്പോൾ നമ്മൾ ഒരാളെ ജാമ്യത്തിൽ ഇറക്കണം. ഇപ്പോൾ 5 കോടി രൂപയൊക്കെ വെക്കാൻ പറഞ്ഞില്ലേ? PFI 5 കോടി രൂപ വെക്കാൻ പറഞ്ഞില്ലേ ജാമ്യത്തിൽ ഇറക്കാൻ? ഇല്ലേ, ജാമ്യത്തിൽ ഇറക്കാൻ 5 കോടി രൂപ. 5 കോടിയൊക്കെ കൊണ്ട് തരുമെന്ന് അറിയത്തില്ല. അപ്പോൾ അതിനാണ് റാൻസം എന്ന് പറയണത്, മോചനദ്രവ്യം. കർത്താവ് 5 കോടിയല്ലല്ലോ വെച്ചത്. നമ്മൾ ജാമ്യത്തിൽ ഇറക്കിയിരിക്കണം 5 കോടി കൊണ്ടാണോ? അല്ല. 50,000 കോടി കൊണ്ടാണോ? അല്ല. വിലമതിയാത്ത രക്തത്താൽ അവന് വിലക്ക് വാങ്ങി കൈയിടിച്ച് കർത്താവ് നമ്മൾ വിലക്ക് വാങ്ങപ്പെട്ടവരാണ്. എന്റെ കൊച്ചു ജീവിതത്തെ നിന്റെ മുൻപിൽ കാഴ്ചയില്ല. ഇത്ര നല്ല ദൈവത്തോടു എന്തു ചെയ്തു നന്ദി ചൊല്ലിടും. എന്റെ കൊച്ചു ജീവിതത്തെ
6:20. 1 Corinthians 6:20. നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. പ്രൈസ് ദി ലോർഡ്. എന്ത് വിലയാണ് കൊടുത്തത്? നിങ്ങൾ വിലക്ക് വാങ്ങപ്പെട്ടവരാണ്. റാൻസം പേ ചെയ്തിരിക്കുന്നത് ആരാണ്? ആളാണ്. എന്ത് വിലയാണ് കൊടുത്തത്? 1 പത്രോസ് 1 ലേഖനത്തിൽ 1-ാം അധ്യായം 18-ാം വാക്യം. 1 പത്രോസ് 1:18. സ്തുതിക്കട്ടെ ഹല്ലേലൂയ. 1 പത്രോസ് 1:18. പിതാക്കന്മാരിൽ നിന്ന് നിങ്ങൾക്ക് ലഭിച്ച വ്യർത്ഥമായ ജീവിത രീതിയിൽ നിന്ന് നിങ്ങൾ വീണ്ടെടുക്കപ്പെട്ടത് നശ്വരമായ വെള്ളിയോ സ്വർണമോ കൊണ്ടല്ല എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. പറഞ്ഞ പിതാക്കന്മാരിൽ നിന്ന് നിങ്ങൾക്ക് ലഭിച്ച വ്യർത്ഥമായ ജീവിത രീതിയിൽ നിന്ന് നിങ്ങൾ വീണ്ടെടുക്കപ്പെട്ടത് നശ്വരമായ വെള്ളിയോ സ്വർണമോ കൊണ്ടല്ല എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. അമൂല്യ രക്തം കൊണ്ടത്രേ. വിലക്ക് വാങ്ങപ്പെട്ടത് ക്രിസ്തുവിന്റെ അമൂല്യ രക്തത്തിന്റെ വിലയെന്ന് വെച്ചാൽ കറയോ കളങ്കമോ ഇല്ലാത്തതാണ്. കറയോ കളങ്കമോ ഇല്ലാത്ത അമൂല്യമായ രക്തം, വിലമതിയാത്ത രക്തം നമുക്ക് വേണ്ടി ചിന്തി നമ്മൾ വിലക്ക് വാങ്ങിയതാണ്. അപ്പോൾ ഇതിൻ്റെ എപ്പോഴും ഈ ഇക്കോണമി വർക്ക് ചെയ്യണത്, റിഡംഷൻ ഇക്കോണമി, അതായത് നമ്മളെ രക്ഷാകരമായ ഒരു ശാസ്ത്രം വർക്ക് ചെയ്യണത് റാൻസമിലായിരിക്കും. എന്താണ്? മോചനദ്രവ്യത്തിലായിരിക്കും. എൻ്റെ മക്കളത് താത്വികമായിട്ട് മനസ്സിലാക്കണം. കൈ നനയാതെ മീൻ പിടിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ കൈ നനയാതെ മീൻ പിടിക്കാൻ പറ്റുന്നതൊക്കെ ഇവിടുന്ന് പായിക്കണത്. ഉടമ്പടി എടുത്തതാണ്, പുതുക്കിയതാണ്, നോക്കട്ടെ എന്നൊക്കെ പറയുവേ. എന്താ കാര്യം? ഇവർ വിശ്വസിക്കുന്ന കാര്യങ്ങളിൽ അവരത് എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ടോ? ചുമ്മാ വയറ്റിപ്പഴപ്പിന് വേണ്ടി മാത്രം ഇപ്പോൾ ഓടി അച്ഛനെ കാണാൻ വേണ്ടി വന്നിരിക്കുന്നതാണോ? എല്ലാം നോക്കും. അതായത് ഐ ഡോണ്ട് വാണ്ട് ടു വേസ്റ്റ് മൈ ടൈം. അതാണ് പ്രശ്നം. ചുമ്മാ ഒരു ജഡിക സന്തതിക്കുന്നു. അയാൾ പറഞ്ഞ പിതാക്കന്മാരുടെ രീതി അനുസരിച്ച് വ്യർത്ഥമായ ജീവിത രീതി എന്നല്ലേ കണ്ട എഴുതിയിരിക്കണ. 10 ദിവസം എന്നാ മിടിക്കാട് എഴുതിയിരിക്കണത്? പിതാക്കന്മാരിൽ നിന്ന് നിങ്ങൾക്ക് ലഭിച്ച വ്യർത്ഥമായ ജീവിതത്തിൽ നിന്ന് നിങ്ങൾ വീണ്ടെടുക്കപ്പെട്ടത്. അപ്പോൾ മനുഷ്യന്മാർ കുറേ ആചാരാനുഷ്ഠാനങ്ങളും പല രീതികളും മാമൂലൊക്കെ വെക്കും. വ്യർത്ഥമായ ജീവിതത്തിൽ നിന്ന് വീണ്ടെടുക്കപ്പെട്ടത് എങ്ങനെയാണ്? ക്രിസ്തു പേയ്മെൻറ്റ് നടത്തിയിട്ടാണ്. ആൻഡ് ദിസ് ഇറ്റ് ഈസ് പേയ്മെൻറ്റ്. മനസ്സിലായില്ലേ? ക്രിസ്തു പേയ്മെൻറ്റ് നടത്തിയിട്ടാണ്. ഈ പേയ്മെൻറ്റ് നിങ്ങൾക്ക് വേണ്ടി മുടക്കിയവനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ അന്ത്യകാലം വരെ ആ ഒരു ബോധം ഉണ്ടാകണം. അതുകൊണ്ട് തന്നെ അവൻ പേയ്മെൻറ്റ് നടത്തിയത് നിങ്ങൾക്ക് IELTS പാസ്സാക്കാൻ വേണ്ടി മാത്രമാണ്, നിങ്ങളുടെ വസ്തു വിൽക്കാൻ വേണ്ടി മാത്രമാണോ? നിങ്ങളുടെ നല്ല പെണ്ണിനെയും ചെറുക്കനെയും കിട്ടാൻ വേണ്ടിയാണോ അവൻ വിശുദ്ധമായ രക്തം വീണ്ടെടുക്കുക അവൻ കൂടെ മുടക്കിയത്? ദാറ്റ് മീൻസ് യു മസ്റ്റ് നോ ബൈ നോ മീൻസ്. എന്തുകൊണ്ടാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്? നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതാണ്, എനിക്ക് നിത്യ തരാൻ വേണ്ടിയാണ്. സോ നിങ്ങൾ നിത്യജീവിതത്തെ സ്നേഹിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ക്രിസ്തുവിനെ സ്നേഹിച്ചു. നിങ്ങൾ ക്രിസ്തുവിനെ സ്നേഹിച്ചു കഴിഞ്ഞാൽ ദൈവിക പദ്ധതിയെ സ്നേഹിച്ചു. ദൈവ പദ്ധതിയെ സ്നേഹിച്ചു കഴിഞ്ഞാൽ അതിനെ അട്ടിമറിച്ച് ആദ്യ പാപത്തിന് വക്താക്കളെ നിങ്ങൾ എതിർക്കുന്നു. കൈയിട്ടിച്ച് കർത്താൻ പാപത്തിനെതിരായിട്ടുള്ള പോരാട്ടത്തിൽ നന്ദി പറയുന്നു. ക്രൂശിൽ കണ്ടു ഞാൻ സ്നേഹത്തെ, ആഴമാർന്ന മഹാത്യാഗത്തെ, പകരം എന്തോ നൽകും ഞാനിനി, ഹൃദയം പൂർണ്ണമായി നൽകുന്നു നാഥന്, പകരം എന്തോ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്. അപ്പോൾ ഈ മോചനദ്രവ്യം എന്നുള്ളത്, റാൻസം എന്നുള്ളത് നമ്മുടെ ആധ്യാത്മികതയിൽ അവിഭാജ്യമായൊരു ഘടകമാണ്. മോചനദ്രവ്യം എന്തുമാകാം. പക്ഷേ നിൻ്റെ അൾട്ടിമേറ്റ് എയിം, ആത്യന്തികമായ നിൻ്റെ ലക്ഷ്യം എന്തായിരിക്കണം? നിത്യമായ വീണ്ടെടുപ്പ് നടത്തിയ ക്രിസ്തുവിൻ്റെ രക്തത്തോട് ഐക്യദാർഢ്യം പുലർത്തുന്ന ഒരു ആധ്യാത്മിക ജീവിതമാണ്. ശ്രുതികട ഹല്ലേലൂയ, ശ്രുതികട ഹല്ലേലൂയ.
യേശുവേ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജീവിതത്തെ ക്രമപ്പെടുത്താനുള്ള വലിയ കൃപയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മഹത്വം, മഹത്വം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ എൻ്റെ ദൈവ പൈതലേ, എന്തെങ്കിലും സ്റ്റാറ്റസ് ചേഞ്ച് വരുമ്പോൾ ഒരു സ്റ്റാറ്റസ് ചേഞ്ച്, ഇപ്പം ഈ ഇക്കോണമി കണ്ടല്ലോ, സ്റ്റാറ്റസ് ചേഞ്ചിലൂടെ ഉണ്ടാക്കിയിട്ടെടുത്തുള്ള വരുമാനമാണ്. ക്രിസ്തു വരുമാനം ഉണ്ടാക്കുന്ന മാർഗ്ഗം നമ്മൾ മനസ്സിലാക്കണം. അവനെന്താണ്? പ്രകൃത്യാ ദൈവമായിരിക്കവേ ദൈവത്തോടുള്ള സമാനത മുറുകെ പിടിക്കേണ്ട കാര്യമായി പരിഗണിക്കാതെ അവൻ സ്റ്റാറ്റസ് ചേഞ്ച് ചെയ്തു, അല്ലേ? അവൻ ദാസനായി. പിന്നെന്താണ്? മരണത്തോളവും. പിന്നെ സ്റ്റാറ്റസ് ഡീപ്രമോട്ട് ചെയ്ത് കുരിശുമരണത്തോളവും തന്നെ താഴ്ത്തി. ഇപ്പോൾ നമ്മളുടെ മെരിറ്റ് പോകുമ്പോൾ നമ്മുടെ പെയിൻറ്റ് പോകും. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ റഷ്യൻ്റെ സാക്ഷ്യത്തിൻ്റെ ബയോളജി എന്താണ്? റഷ്യൻ നല്ല പിക്കപ്പിൽ ഇങ്ങോട്ട് വരികയാണ്. ഒരു 90, 95, 97 റാങ്കിൽ വരികയാണ്, മാർക്കിൽ വരികയാണ്. പക്ഷേ നെയ്റ്റും ഗേറ്റും എഴുതിയപ്പോൾ നോവെയറായിപ്പോയി, ഒരിടത്തും എത്തിയില്ല. അപ്പോൾ കോൺഫിഡൻസ് പോയി. മനസ്സിലായില്ലേ? ഈ കോൺഫിഡൻസ് പോകുമ്പോൾ നമ്മൾക്ക് ഈ കോൺഫിഡൻസ് പോയ കോൺഫിഡൻസ് വിറ്റ് അത് മിക്കവാറും ഈ സ്ക്രാപ്പ് ഐറ്റംസൊക്കെ എടുത്തുള്ളൂ ദൈവം. നമുക്ക് കോൺഫിഡൻസ് പോകുമ്പോൾ നമുക്ക് എന്താ ഉണ്ടാകണത്? നമുക്ക് വിൽക്കാൻ വേണ്ടി എന്താണ് കൊടുക്കാനുള്ളത്? നിരാശ, ഇല്ലേ? കോൺഫിഡൻസ് പോകുമ്പോൾ നമുക്ക് എന്താണ് ഉണ്ടാകുന്നത്? നിരാശ, പിന്നെ സങ്കടം, പിന്നെ പറ്റിപ്പോയില്ല എന്നുള്ള ഇച്ഛാഭംഗം, ഇങ്ങനെ കുറേ നെഗറ്റീവ് സ്ക്രാപ്സ് ഉണ്ടാവും. ഈ സാധനമാണ് വിൽക്കേണ്ടത്. അല്ലാതെ അയ്യോ എനിക്കിങ്ങനെ സംഭവിച്ചല്ല, ഞാൻ ഇത്രയും നാളെല്ലാം ഓക്കെ ആയിട്ടിരുന്ന ആളാണല്ല, ഞാനെല്ലാം 87, 90 മാർക്ക് മേടിച്ചിരുന്ന ആളല്ല, ഞാൻ ഈ മാർക്ക് ലിസ്റ്റ് പോലും ആരെയും കാണിക്കില്ല. എൻ്റെ കൂട്ടുകാരെ എന്നെക്കുറിച്ച് എന്നാ വിചാരിക്കും, അവരുടെ ഉള്ളിലുള്ള എന്നെക്കുറിച്ചുള്ള സ്റ്റാറ്റസ് അവർ ഡീപ്രമോട്ട് ചെയ്താൽ എന്നാ ചെയ്യും എന്ന് വിചാരിച്ചുകൊണ്ട് അത് കാണിക്കാതെ അങ്ങനെ ഇരിക്കുമോ സംഭവം. അച്ഛൻ പറഞ്ഞത് ഇത് നിങ്ങൾക്ക് മാർക്ക് കുറവാണ്, നിങ്ങൾ എൻ്റെ അടുത്ത് പറ്റിപ്പോയതാണെന്നുള്ളത് കൂട്ടുകാരറിയണമെങ്കിൽ അറിയിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. ആധ്യാത്മികമായിട്ട് അതിനൊരു 10-80 മാർക്കോളം കിട്ടും. എന്താ കാര്യം എന്നറിയാവുക? നിങ്ങൾ ക്രിസ്തുവിൻ്റെ കൂടെ ഐക്യപ്പെട്ടിരിക്കുകയാണ്. നിങ്ങൾക്കുണ്ടാകുന്ന നെഗറ്റീവ്സ്, കാര്യം നെഗറ്റീവ്സ് എല്ലാം എടുത്തല്ലേ ക്രിസ്തുവിൻ്റെ വിജയം. ക്രിസ്തുവിന് മാത്രമേ, ഈ മനുഷ്യന്മാർക്കാണല്ലേ ഈ പോസിറ്റീവ് എല്ലാം എടുത്തിട്ട് ആനക്കാര്യമാണെന്ന് പറയണത്. എത്ര ആനക്കാര്യമായാലും കഥയില്ലെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അപ്പോഴേ ക്രിസ്തു എന്ത് ചെയ്തിരിക്കണമെന്ന് വെച്ചാൽ ഈ വാല്യൂ സിസ്റ്റം അങ്ങോട്ട് അപ്പ് ആൻഡ് ഡൗൺ ആക്കി കളഞ്ഞ്, മനുഷ്യൻ മ്ലേച്ഛം, മനുഷ്യൻ ന്യൂനം, മനുഷ്യൻ വിലയില്ലാത്തതെന്ന് പറഞ്ഞ സംഭവത്തിനൊക്കെ എടുത്തിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ട് അത് കൊടുത്ത് പർച്ചേസിങ് നടത്തി, കൃപയുടെ പർച്ചേസിങ് നടത്തുന്നത് എങ്ങനെയാണ്? അത് പൗലോസിന് ആ കാര്യം മനസ്സിലായി. പൗലോസിൻ്റെ ഗുട്ടൻസ്, ഈ ബിസിനസ്സിൻ്റെ ലാഭം എങ്ങനെയാണ് പോകണമെന്നുള്ളത് മനസ്സിലായി. പൗലോസ് എന്നാ ചെയ്തിട്ട്, പൗലോസ് അപ്പ് ആൻഡ് ഡൗൺ വാല്യൂ സിസ്റ്റം ചേഞ്ച് ചെയ്തതിൻ്റെ ആ സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ആ ഫോർമുല എടുത്തിട്ട് പൗലോസ് എന്നാ പറഞ്ഞത് എന്നറിയാവോ? എൻ്റെ കഷ്ടങ്ങളിൽ, ക്ലേശങ്ങളിൽ, സ്റ്റാറ്റസ് ചേഞ്ച് ചെയ്തതിൽ എനിക്ക് വന്നുപെട്ടു പോയിട്ടുള്ള എല്ലാവിധ സങ്കടങ്ങളെയും ഞാൻ ക്രിസ്തുവിൻ്റെ പീഡാസഹനങ്ങളോട് ചേർത്ത് വെക്കുന്നു. കൈയിടിച്ച് കർത്താവിനെ നിൽക്കും കുഞ്ഞാടേ, നിന്റെ വഴി വന്നു, ഞങ്ങൾ നിന്നെ വഴി വന്നു. കൊല്ലപ്പെട്ടിട്ടും നിൽക്കും കുഞ്ഞാടേ, നിന്നെ വഴി വന്നു, ഞങ്ങൾ നിന്നെ വഴി വന്നു. കൊല്ലപ്പെട്ടിട്ടും നിൽക്കും കുഞ്ഞാടേ, നിന്നെ വഴി വന്നു, ഞങ്ങൾ നിന്നെ വഴി വന്നു. മുൾമുടി ചൂടിട്ടും ഉള്ളു തകർന്നിട്ടും നിൽക്കുകയാണല്ലോ കുഞ്ഞാട്, നിൽക്കുകയാണല്ലോ. മുൾമുടി ചൂടിട്ടും ഉള്ളു തകർന്നിട്ടും നിൽക്കുകയാണല്ലോ കുഞ്ഞാട്, നിൽക്കുകയാണല്ലോ. കൊല്ലപ്പെട്ടിട്ടും നിൽക്കും കുഞ്ഞാടേ, നിന്നെ വഴി വന്നു, ഞങ്ങൾ നിന്നെ വഴി വന്നു. കൊല്ലപ്പെട്ടിട്ടും നിൽക്കും കുഞ്ഞാടേ, നിന്നെ വഴി വന്നു, ഞങ്ങൾ നിന്നെ വഴി വന്നു. കൊളോസ്യൻസ് 1:24
നിങ്ങളെ പ്രതിയുള്ള പീഡകളിൽ ഞാൻ സന്തോഷിക്കുന്നു. പ്രൈസ് ലോർഡ്. നിങ്ങളെ പ്രതിയുള്ള പീഡകളിൽ ഞാൻ സന്തോഷിക്കുന്നു. സഭയാകുന്ന തന്റെ ശരീരത്തെ പ്രതി ക്രിസ്തുവിന് സഹിക്കേണ്ടി വന്ന പീഡകളുടെ കുറവ് എന്റെ ശരീരത്തിൽ ഞാൻ നികത്തുന്നു. ഈ ഇക്കോണമി ഭയങ്കരമാണ് ശരിക്കും പറഞ്ഞത്. ഒന്നാമത്തിൽ ഇങ്ങനെ പറയണം നുണയാണ്. പരിശുദ്ധാത്മാവ് ഇങ്ങനെ കൊണ്ടൊരു നുണ, അസൽ നുണ പറയിപ്പിക്കുകയാണ്. എന്താ കാര്യം അറിയാവോ? ഇങ്ങനെ എന്താ പറയണത്? ഇങ്ങനെ പരിശുദ്ധാത്മാവ് നിറഞ്ഞത് പറയണത് നുണയാണെന്ന് പറയുന്നത് എൻ്റെ കയ്യിരിപ്പ് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഞാൻ നിങ്ങൾക്കത് ശ്രദ്ധിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ആ പറയണ സംഭവം എന്ന് വെച്ചാൽ എന്താണ്, ഇങ്ങനെയൊക്കെ കുറേ പരാജയങ്ങൾ വന്ന ഒരാളാണ് ഈ പൗലോസ് എന്ന് പറഞ്ഞ ആൾ. ഒത്തിരി പരാജയങ്ങൾ വന്ന് തുണിയില്ലാണ്ടൊക്കെ ഈ ആൾക്കാരൊക്കെ തല്ലിയിട്ട് അടിച്ച് നദിയിലൊക്കെ വെച്ച് തല്ലി വള്ളമൊക്കെ മറിച്ച് കളഞ്ഞിട്ട് പുള്ളിക്കാരൻ എല്ലാം നഷ്ടപ്പെട്ടൊക്കെ നീന്തിയൊക്കെ നടന്നിട്ടുണ്ട്. അങ്ങനെ കുറവുണ്ട്. ഇയാൾ വലിയ ബിഷപ്പിൻ്റെ റാങ്കുള്ള ആളാണെങ്കിൽ നീന്തിക്കേണ്ടത് നിക്കർ പോലും ഇല്ലാതെയാണ്. അത് കടന്നുപോയ വഴികളാണ് പറയണത്. എൻ്റെ കുറവെന്ന് പറയണില്ലേ, കടന്നുപോയ വഴികളാണ്. ഒരു പ്രാവശ്യം ഈ മനുഷ്യൻ ഇതുപോലെ ബൈബിളും പോയി പുതപ്പും പോയി എല്ലാം കടലിൽ ഒഴുകി പോയിട്ട് മാൾട്ടായിൽ അവസാനം അടിഞ്ഞ് ഡെഡ് ബോഡി പോലെ അടിഞ്ഞ് വന്നപ്പോഴാണ് ഈ മനുഷ്യനെ അണൽ കടിച്ചത്. അണൽ കടിച്ച മൊത്തം ആൾക്കാർ മരിച്ചിട്ടുണ്ട് അവിടെ. അപ്പോൾ ദ്വീപവാസികൾ പറയും ഇപ്പച്ചാകുമെന്ന്. വിശ്വാസി കാണുമ്പോൾ എല്ലാവരും പറയും ഇപ്പച്ചാകുമെന്ന്. ചാകത്തില്ല വിശ്വാസി. അങ്ങനെ ഒരു സാധനമാണ് വിശ്വാസി. കൈ ഇടിച്ച് കർത്താവിനെ വിശ്വാസത്തിനാൽ നീതിമാൻ ജീവിക്കും. വിശ്വാസിയെ പതരാതെ, വിശ്വാസിയെ പതരാതെ. വിശ്വാസത്തിനാൽ നീതിമാൻ ജീവിക്കും. വിശ്വാസിയെ പതരാതെ, വിശ്വാസിയെ പതരാതെ. വിശ്വാസിയെ പതരാതെ, വിശ്വാസിയെ പതരാതെ. വിശ്വാസിയെ പതരാതെ, വിശ്വാസിയെ പതരാതെ. വിശ്വാസത്തിനാൽ നീതിമാൻ ജീവിക്കും. വിശ്വാസിയെ പതരാതെ, വിശ്വാസിയെ പതരാതെ. അപ്പോൾ നമ്മൾ 28 വായിക്കുമ്പോൾ, നടപടി പുസ്തകത്തിൻ്റെ 28-ാം അധ്യായത്തിൻ്റെ 27 വായിക്കുമ്പോൾ ഈ അണലിപ്പാമ്പ് കടിച്ചിട്ട് പെട്ടെന്ന് നീതി വെച്ച് ബോധം കെട്ട് വീണ് ചത്തുപോകുന്ന ഒരു വ്യക്തിയെ കാണാൻ വേണ്ടി അയാൾ ആ ദ്വീപവാസികൾ ഇരുട്ടത്ത് പാത്തു നിൽക്കാറുണ്ട്. പൗലോസ് ആ കുപ്പയിലേക്ക് ഇതിനെ കുടഞ്ഞിട്ടിട്ട് പിന്നെയും കാഞ്ഞുകൊണ്ടിരിക്കും. കടിച്ചിട്ടും ഈ ആ മനുഷ്യന് ഒന്നും സംഭവിക്കാത്തത് കാണുമ്പോൾ ദ്വീപവാസികൾ അടുത്ത് വരും. എന്നിട്ട് ഈ മനുഷ്യനോട് ചോദിക്കുന്ന ചോദ്യമുണ്ടോ, ആർ യു ഗോഡ്? നിങ്ങൾ ദൈവമാണോ? അപ്പോൾ പൗലോസ് പറയും, ഐ ആം നോട്ട് ഗോഡ്. പക്ഷേ ദൈവത്തെക്കുറിച്ച് ഞാൻ പറയാം. ക്രിസ്തുവിനെ ലോകത്തിന് കൊടുക്കാൻ വേണ്ടിയാണ് നിന്നെ ക്ലേശങ്ങളിലൂടെ കർത്താവ് വിടുന്നതെങ്കിലും ദൈവവേദന യു മസ്റ്റ് റിയലൈസ് ഇറ്റ്. നീ അത് തിരിച്ചറിയണം. ശ്രുതികട ഹല്ലേലൂയ. സാഹചര്യങ്ങൾ വരുമ്പോൾ വിശ്വാസിയെ പതരാതെ, വിശ്വാസിയെ പതരാതെ. വിശ്വാസിയെ പതരാതെ, വിശ്വാസിയെ പതരാതെ. വിശ്വാസത്തിനാൽ നീതിമാൻ ജീവിക്കും. വിശ്വാസിയെ പതരാതെ, വിശ്വാസിയെ പതരാതെ.